വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. എന്റെ സഹോദരി വാൻഡ ഇന്നെന്നെ കാണാൻ വന്നു. അവളുടെ പദ്ധതികളെപ്പറ്റി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഭയപ്പെട്ടുപോയി. ഇതെങ്ങനെ സാധ്യമാകും? കർത്താവിന്റെ മുമ്പിൽ ഒരു മനോഹരമായ കുഞ്ഞാത്മാവാണെങ്കിലും വലിയ അന്ധകാരം അവളെ ഗ്രസിച്ചിരുന്നു. അവൾക്ക് അവളെ തന്നെ സഹായിക്കാൻ അറിഞ്ഞുകൂടാ. അവൾക്ക് എല്ലാറ്റിനെക്കുറിച്ചും തെറ്റായ കാഴ്ചപ്പാടാണുള്ളത്. നല്ല ദൈവം അവളെ എന്റെ പരിപാലനയ്ക്ക് വിട്ടുതന്നു. 2 ആഴ്ച ഞാൻ അവളോടുകൂടി അധ്വാനിച്ചു. എത്രമാത്രം പരിത്യാഗം ഞാൻ ചെയ്യേണ്ടി വന്നു എന്നത് ദൈവം മാത്രം അറിയുന്നു. ഇവളുടെ ആത്മാവിനു വേണ്ടി ചെയ്തതുപോലെ പരിത്യാഗങ്ങളും സഹനങ്ങളും പ്രാർത്ഥനകളും മറ്റാർക്കും വേണ്ടി ദൈവത്തിരുമുൻപാകെ ഞാൻ സമർപ്പിച്ചിട്ടില്ല. അവൾക്ക് കൃപ നൽകാൻ ഞാൻ ദൈവത്തെ നിർബന്ധിക്കുന്നതായി തോന്നി. ഇവയെപ്പറ്റിയെല്ലാം ചിന്തിക്കുമ്പോൾ അത് തീർത്തും ഒരു അത്ഭുതമാണെന്ന് ഞാൻ കരുതുന്നു. ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ടെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. നോമ്പുകാലത്ത് കർത്താവ് ഈശോയുടെ പീഡാനുഭവം ഞാൻ സ്വന്തം ശരീരത്തിൽ പലപ്പോഴും അനുഭവിക്കുന്നു. ഈശോ സഹിച്ചതെല്ലാം എൻ്റെ ഹൃദയത്തിലും അനുഭവിക്കുന്നു. എൻ്റെ സഹനങ്ങൾക്ക് ബാഹ്യമായ യാതൊരു അടയാളവുമില്ല. കുമ്പസാരക്കാരൻ മാത്രം ഇതേപ്പറ്റി അറിയുന്നു. മഠാധിപ മാർഗ്രറ്റുമായുള്ള ഒരു ചെറിയ സംഭാഷണം. ആത്മീയ വളർച്ചയ്ക്കുതകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഈ വിശുദ്ധയായ അമ്മ വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകി. അവർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇപ്രകാരം ദൈവകൃപയോട് സഹകരിച്ചു പോകുമെങ്കിൽ ദൈവവുമായുള്ള ഗാഢ ഐക്യത്തിൽ നിന്ന് നീ ഒരടി മാത്രം അകലെയാണ്. ഞാൻ അർത്ഥമാക്കുന്നത് നീ മനസ്സിലാക്കുക. അതായത് കർത്താവിൻ്റെ കൃപയോടുള്ള വിശ്വസ്തതയായിരിക്കണം നിന്റെ സ്വഭാവ സവിശേഷത. എല്ലാ ആത്മാക്കളെയും ദൈവം ഈ പാതയിൽ നയിക്കുന്നില്ല. ഉയർപ്പ്. ഇന്ന് ഉയർപ്പ് കുർബാനയുടെ സമയത്ത് വലിയ പ്രകാശത്തിന്റെ മധ്യത്തിൽ ഞാൻ കർത്താവ് ഈശോയെ കണ്ടു. എന്റെ അടുക്കൽ വന്ന് അവിടുന്ന് പറഞ്ഞു, എന്റെ കുട്ടികളെ, സമാധാനം നിങ്ങളോടുകൂടെ. അവിടുത്തെ കരമുയർത്തി ആശീർവദിച്ചു. അവിടുത്തെ കൈയിലും കാലിലും പാർശ്വത്വമുള്ള മുറിവുകൾ വ്യക്തവും പ്രകാശപൂർണവുമായിരുന്നു. എന്നെ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി നോക്കിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടുന്ന് നിർലീനയായി. അവിടുന്ന് എന്നോട് പറഞ്ഞു, എന്റെ പീഡാസഹനത്തിൽ ഒരു വലിയ പങ്ക് നീ വഹിക്കുന്നു. അതിനാൽ എൻ്റെ ആനന്ദത്തിൻ്റെയും മഹത്വത്തിൻ്റെയും വലിയ പങ്ക് ഞാൻ നിനക്ക് ഇപ്പോൾ നൽകുന്നു. ഉയർപ്പ് കുർബാനയുടെ സമയം മുഴുവൻ 1 മിനിറ്റ് നേരമായി മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. വിസ്മയകരമായ ഒരു ചിന്തയാൽ എൻ്റെ ആത്മാവ് പൂരിതമായി. ആ ഉയർപ്പുകാലം മുഴുവൻ അത് നീണ്ടുനിന്നു. ഈശോയുടെ ദയ എത്ര വലുതാണെന്ന് വർണ്ണിക്കാൻ വയ്യ.